നമസ്കാരം. പാരിയത്തുകാവിലെ സമരഭൂമിയിലേക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കാല് കുത്തും മുമ്പ് തന്നെ CPM-ന്റെ പ്രതിഷേധ സമരങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്നു UDF സർക്കാർ. വാർത്ത വിശദമായി തന്നെ നോക്കാം. കഴിഞ്ഞ 2-3 ദിവസം മുമ്പാണ് മുഖ്യമന്ത്രി VD സതീശന്റെ ജില്ലയായിട്ടുള്ള എറണാകുളം ജില്ലയിൽ പാരിയത്തുകാവിൽ പട്ടികജാതി ഉന്നതിയിൽ UDF-ന്റെ പോലീസ്, അതായത് കുടിയൊഴിപ്പിക്കൽ എന്ന പേരിൽ ഒരു നരനായാട്ട് നടത്തിയത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. പിന്നീട് സംഭവിച്ചത് CPM-ന്റെ നേതൃത്വത്തിലുള്ള അതിശക്തമായിട്ടുള്ള സമരമായിരുന്നു. ഈ CPM ഭരണത്തിലുള്ള സമയത്ത്, അതായത് LDF സമരത്തിലുള്ള സമയത്തൊക്കെ ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ ഇവരെ കുടിയൊഴിപ്പിക്കാൻ എത്തുമ്പോൾ അവരെ എല്ലാവരെയും മടക്കി അയക്കുന്ന സഖാക്കളെയാണ് നമ്മൾ കണ്ടിരുന്നത്. മടക്കി അയക്കുന്ന, അവരെ ഓട്ടിക്കുന്ന ഒരു അഡ്വക്കേറ്റ് PV ശ്രീനിജൻ എന്ന് പറയുന്ന LDF-ന്റെ MLA ആണ് നമ്മൾ ആ മണ്ഡലത്തിൽ കണ്ടിരുന്നത്. പക്ഷേ ഈ സംഭവം നടന്നപ്പോൾ, ഈ 2 ദിവസം മുമ്പ് കുടിയൊഴിപ്പിക്കാൻ വന്നപ്പോൾ നമ്മൾ വളരെ വിചിത്രമായ പല സംഭവങ്ങളും കണ്ടു. വിചിത്രമായിട്ടുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന പല സംഭവവികാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അതെന്തായിരുന്നു? അതായത് അവിടുന്ന് ജയിച്ചുപോയ MLA കാണാനില്ല. ആ MLA മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്നു. മറ്റൊരു കാര്യം, പോലീസുകാർ പ്രകോപനമുണ്ടാക്കി അമ്മമാരെയും അതുപോലെ തന്നെ കുട്ടികളെയും അതുപോലെ ഹൃദ്രോഗികളെയും ഒക്കെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു. ശേഷം അവിടെ CPM-ന്റെ അതിശക്തമായിട്ടുള്ള സമരം നടന്നു വരികയായിരുന്നു. ഇപ്പൊ പിണറായി വിജയൻ ആ സമരഭൂമിയിലേക്ക് വരാൻ പോകുന്നു എന്ന് കണ്ടതോടെ സതീശൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. സഭ കഴിഞ്ഞാൽ ഉടനെ പിണറായി വിജയൻ അങ്ങോട്ടേക്ക് വരാനിരിക്കുകയായിരുന്നു. അപ്പോൾ സതീശൻ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് മന്ത്രി റോജി എം ജോണിനെ ആ പ്രദേശവാസികളുമായി സംസാരിക്കാൻ വേണ്ടി ചുമതല ഏൽപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ കുറച്ച് സാവകാശം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാൻ പോകുന്നു. അങ്ങനെ വോട്ടിൽ തീ പിടിച്ചതുപോലെ UDF സർക്കാർ ഓടുകയാണ്. ഓരോ ദിവസവും രാജീവും അതുപോലെ തന്നെ ബിന്ദുവും അടക്കമുള്ള അങ്ങനെ പല നേതാക്കളും ആ സമരഭൂമിയിലേക്ക് വരികയാണ്. ഒപ്പം അഡ്വക്കേറ്റ് PV ശ്രീനിജൻ MLA ഇന്നലെ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റും വളരെ വൈറലാണ്. 23-ാം തീയതി വീണ്ടും പാരിയത്തുകാവിൽ ആ പോലീസ് ഇവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി എത്തുകയാണ്. എന്തായാലും ആദ്യം അഡ്വക്കേറ്റ് PV ശ്രീനിജന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. പാരിയത്തുകാവിലെ ദളിത് സമൂഹത്തിന്റെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ട് കുന്നത്തുനാട് MLA സത്യപ്രതിജ്ഞ നിർവഹിച്ചു. മെയ് 23-ാം തീയതി അഭിഭാഷക കമ്മീഷൻ കുടിയൊഴിപ്പിക്കാൻ വീണ്ടും വരുന്നുണ്ട്. കുന്നത്തുനാട് MLA നേരിട്ട് വന്ന് തടയുമെന്ന് കരുതാം എന്നാണ് പറയുന്നത്. ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ജയിച്ച MLA ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഇടപെടലും നടത്തിയില്ല, അവിടെ വന്നില്ല എന്നതാണ്. ശേഷം ഒരു വലിയ തൊപ്പിയൊക്കെ ധരിച്ച് അവിടെ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന VP സജീന്ദ്രൻ നമ്മളെല്ലാവരും കണ്ടു. ഇപ്പോഴും ആ വിഷയത്തിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥലം MLA VP സജീന്ദ്രൻ. എന്തുമാകട്ടെ, മൂപ്പരെയും കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് ഇതിനു മുമ്പൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടാണ് CPM സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. എന്തിന്റെ പേരിലാണ് അവിടെ സമരം ചെയ്യുന്നത്? അതായത് ജനിച്ച മണ്ണിൽ അന്തി ഉറങ്ങാനുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അവർ അവിടെ സമരം നടത്തുന്നത്. അപ്പോൾ UDF-ന്റെ ബുൾഡോസർ രാജ് വരുന്നു. ഒരു മുത്തങ്ങ മോഡലാക്കാൻ വേണ്ടി പോലീസ് അഴിഞ്ഞാടുന്നു. അങ്ങനെ വലിയ രീതിയിൽ തന്നെ ഒരു ബുൾഡോസർ രാജ് നടത്തി പാരിയത്തുകാവിനെ മൊത്തം തകർത്ത് തരിപ്പണമാക്കാനുള്ള UDF-ന്റെ നീക്കത്തെയാണ് ഇവിടെ LDF അതിഗംഭീരമായി പൊളിച്ചടക്കിയിട്ടുള്ളത്. സഖാക്കൾ പറയുന്നു, ഞങ്ങളെ തൊട്ട ശേഷം മാത്രമേ അവരെ തൊടാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നു. ആദ്യം സഖാക്കളെ അറസ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് അവിടെ മറ്റുള്ളവരെയൊക്കെ പോലീസ് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിപ്പോൾ 50ഓളം പേർക്കെതിരെ രമേശ് ചെന്നിത്തലയുടെ പോലീസ്, UDF സർക്കാരിന്റെ പോലീസ്, വടശ്ശേരി ദാമോദര മേനോന്റെ പോലീസ് ഇപ്പോ കേസെടുത്തിരിക്കുകയാണ്. വടശ്ശേരി ദാമോദര മേനോൻ സതീശന്റെ പോലീസ് എപ്പടി ഇருக்கு. അതായത് പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയന്റെ പോലീസ് ആയിരുന്നു ഏറ്റവും ഒരു വലിയ ദുഷ്ടശക്തിയുള്ള പോലീസ് എന്നായിരുന്നല്ലോ VD സതീശൻ പറഞ്ഞു നടന്നിരുന്നത്. ഇപ്പൊ ജനങ്ങൾ കൺമുമ്പിൽ കാണുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും നമ്മൾ പിണറായി വിജയന്റെ പോലീസ് ഇതുപോലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലും ഇത്തരത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഒരാളെയും കുടിയൊഴിപ്പിച്ച് നമ്മൾ കണ്ടിട്ടുമില്ല. മറിച്ച് ആർക്കെങ്കിലും വീട് കിട്ടാനുണ്ടോ, ആർക്കെങ്കിലും ഭൂമി കിട്ടാനുണ്ടോ എന്ന് മാത്രമാണ് പിണറായി വിജയന്റെ സർക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. പക്ഷെ മുഖ്യമന്ത്രി മാറുന്നു, സതീശൻ വരുന്നു. സതീശൻ വന്ന ശേഷം കുടിയൊഴിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ ഇപ്പൊ തലപൊക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് തന്നെയാണ് CPM ഇപ്പോൾ ഉന്നയിക്കുന്ന വലിയ വിമർശനം എന്ന് പറയുന്നത്. ഭൂമി മാഫിയകൾ തലയുയർത്തുന്നു UDF അധികാരത്തിൽ വരുമ്പോൾ എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. മാത്രവുമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ നമ്മൾ ഞെട്ടിപ്പിച്ചൊരു കാര്യം, ഇവിടെ ഈ സമരം ചെയ്യുന്ന ആളുകൾ മടങ്ങിപ്പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടെ പോലീസ് പ്രകോപനപരമായിട്ട് പെരുമാറുന്നത്.
ആരുടെ നിർദ്ദേശപ്രകാരമാണ്? മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ, ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ പോലീസ് ഇത്തരത്തിൽ അഴിഞ്ഞാടുന്നുണ്ടെങ്കിൽ, പോലീസ് ഇത്തരത്തിൽ അവരെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി അറിയാതെയാണോ? അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെയാണോ? ഇവർ അറിഞ്ഞിട്ട് തന്നെയാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇവരൊന്നും അറിയാതെ പോലീസിന് അങ്ങനെ ഏകപക്ഷീയമായിട്ട് എന്തായാലും പെരുമാറാൻ പറ്റില്ല. കാരണം അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ പ്രതിഷേധങ്ങളെ പറ്റി എന്തായാലും സർക്കാരിന് നല്ല ബോധ്യമുണ്ട്. എന്നിട്ടും എന്തിനു വേണ്ടി ഇത്തരത്തിലൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചു എന്ന് എന്തായാലും സർക്കാർ തന്നെ പറയേണ്ടി വരും. വി.ഡി. സതീശൻ ഇപ്പൊ കുറെ വീഡിയോസ് ഒക്കെ പുറത്തിറക്കുന്നുണ്ട്. അതായത് ചില അമ്മമാരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പേടിക്കേണ്ട ഞാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ വി.ഡി. സതീശൻ എന്തുകൊണ്ട് പാരിയത്തുകാവിൽ ഒന്നും വന്ന് അവരുടെ സങ്കടം കേൾക്കാൻ തയ്യാറാകുന്നില്ല? വലിയ രീതിയിൽ തന്നെ പൂക്കി മിനിസ്റ്റർ ആയിട്ട് ഇപ്പൊ നടക്കുകയാണല്ലോ. ഞാനൊരു നന്മപരമാണ്, എപ്പോൾ വേണമെങ്കിലും എന്റെ അടുത്തേക്ക് ആർക്കും കയറി വരാം എന്നൊക്കെയാണല്ലോ വി.ഡി. സതീശൻ പറയുന്നത്. എന്തുകൊണ്ട് വി.ഡി. സതീശൻ ഈ നിമിഷം വരെ പാരിയത്തുകാവ് സന്ദർശിക്കാനോ അവരുടെ കണ്ണുനീര് കാണാനോ അല്ലെങ്കിൽ അവിടുത്തെ വിഷയങ്ങളെ പറ്റി ഒന്ന് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്താനോ ഇദ്ദേഹം ഈ സമയം വരെ ശ്രമിച്ചില്ല? എപ്പോഴാണ് ശ്രമിക്കുന്നത്? പ്രതിഷേധം വരുമ്പോഴാണ് ശ്രമിക്കുന്നത്. സഖാക്കളും CPM ഒക്കെ ശക്തമായിട്ട് സമരവുമായി രംഗത്തേക്ക് വരുമ്പോൾ സഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതൊരു വലിയ വിഷയമായി എടുത്തുകൊണ്ട് സതീശനെ വലിച്ചൊട്ടിക്കുമെന്ന് അറിയാവുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് രക്ഷപ്പെടാൻ വേണ്ടി, സഭയിൽ ഇത് വലിയൊരു വിഷയമായി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സതീശൻ ഇത്തരത്തിലുള്ള തന്ത്രം പയറ്റുന്നത്, രമേശ് ചെന്നിത്തല ഇത്തരത്തിലുള്ള തന്ത്രം പയറ്റുന്നത്. എന്തായാലും ഈ വിഷയം സഭയിൽ വലിയ രീതിയിൽ തന്നെ പിണറായി വിജയൻ റൈസ് ചെയ്യും. പാരിയത്തുകാവിലെ ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ കണ്ണുനീര് ഒപ്പുന്നതിന് വേണ്ടി പിണറായി വിജയൻ എന്തായാലും ആ വിഷയം നല്ല രീതിയിൽ തന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് വി.ഡി. സതീശനെയും സർക്കാരിനെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ സമയം വരെ അങ്ങോട്ടേക്ക് അവിടുത്തെ MLA ആയിട്ടുള്ള VP സജീന്ദ്രൻ എത്തിയിട്ടില്ല. ഈ സമയം വരെ ഒരാൾ പോലും ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ പോലും അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. മറിച്ച് എന്താണ് നമ്മൾ കണ്ടത്? കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകം പോലും ഈ സംഭവം നടക്കുമ്പോൾ കൈകെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അടികൊള്ളട്ടെ അവർ എന്ന രീതിയിൽ ഒരു മുത്തങ്ങ മോഡലാക്കുകയാണോ UDF സർക്കാരിന്റെ ലക്ഷ്യം എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിൽ ഉള്ള സംഭവങ്ങളാണല്ലോ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. AK ആന്റണിയുടെ സർക്കാരൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വി.ഡി. സതീശനും ആ രീതിയിലുള്ള ആ റൂട്ടിലൂടെ തന്നെ സഞ്ചരിക്കാനാണോ പ്ലാൻ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല ഇപ്പൊ പിണറായി വിജയൻ അദ്ദേഹം ഇറങ്ങാൻ പോകുന്നു, അദ്ദേഹം സമരപ്പന്തലിലേക്ക് വരാൻ പോകുന്നു. 23-ാം തീയതി ഇനിയും അഡ്വക്കേറ്റ് കമ്മീഷൻ വരികയാണെങ്കിൽ പിണറായി വിജയൻ തന്നെ വന്ന് അവർക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കി, അവർക്ക് വേണ്ടി ആ സമരപ്പന്തലിന്റെ മുമ്പിൽ നിൽക്കും എന്ന വാർത്ത പുറത്തേക്ക് വരുമ്പോഴാണ് അങ്ങനെ ഒരു നിലപാട് എന്തായാലും പിണറായി വിജയൻ സ്വീകരിക്കുന്നു, പാർട്ടി സ്വീകരിക്കുന്നു എന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വി.ഡി. സതീശൻ ഒന്ന് കീഴടങ്ങുന്നത്, UDF സർക്കാർ ഒന്ന് കീഴടങ്ങുന്നത്. പിണറായി വന്ന് അവിടെ വട്ടം നിന്നിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ മുഴുവൻ മാറും, ഈ പറയുന്ന സംഭവത്തിന്റെ സ്വഭാവം മുഴുവൻ മാറും. UDF-ന് അത് വലിയ ക്ഷീണം ചെയ്യും. UDF-നെ ജനം ഭിത്തിയിലൊട്ടിക്കുമെന്ന് വി.ഡി. സതീശൻ മനസ്സിലായിരിക്കുന്നു. ഈ PR വർക്ക് കൊണ്ടൊന്നും പിന്നീട് ആ മുഖം തിരിച്ചെടുക്കാൻ കഴിയില്ല, പിന്നെ ഇപ്പോ ഉള്ള പ്രതിച്ഛായ നിലനിർത്താൻ കഴിയില്ല എന്ന വി.ഡി. സതീശൻ മനസ്സിലായിരിക്കുന്നു. വി.ഡി. സതീശനും സംഘവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം പാവങ്ങളുടെ കണ്ണീരൊപ്പുക എന്നുള്ളതാണ്. ഇവര് തന്നെയാണല്ലോ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് പദ്ധതി ഞങ്ങൾ നിർത്തലാക്കും, അത് നിർത്തലാക്കും, ഇത് നിർത്തലാക്കും എന്നൊക്കെ ഇവർ തന്നെയാണല്ലോ, UDF സർക്കാർ തന്നെയാണല്ലോ പറഞ്ഞത്. ഇപ്പോ ഇവരത് അധികാരത്തിൽ വന്നിരിക്കുന്നു. ഈ UDF നേതാക്കൾ അധികാരത്തിൽ വന്ന ശേഷം ഇപ്പോൾ ഇവർ ഇതൊക്കെ നടപ്പിലാക്കുമെന്നും ഭയപ്പാടിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. സ്വന്തം ജില്ലയിലെ, മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലെ ജനങ്ങൾക്ക് പോലും അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര ഗതികെട്ട അവസ്ഥയാണത്. അതുകൊണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള എല്ലാ നിലപാടുകൾക്കും ഏറെ കയ്യടി അർഹിക്കുന്നത് അത് CPM-ഉം പ്രതിപക്ഷവും തന്നെയാണ്. പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ട് ഇടപെടലാണ്. എന്തായാലും CPM-ന്റെ തുടക്കം ഗംഭീരമായിരിക്കുന്നു. പ്രതിപക്ഷം എന്ന നിലയിൽ ജനങ്ങൾക്കൊപ്പമാണെന്നത് ഈ ഒറ്റ സംഭവത്തിലൂടെ കാണിച്ചു തന്നിരിക്കുന്നു. ഒപ്പം തന്നെ സർക്കാർ ജനങ്ങൾക്കൊപ്പമല്ല എന്ന കാര്യം കൂടി നമ്മൾ ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കുകയാണ്. വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ സഭയിലുള്ള ഇടപെടൽ കൂടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയായി മാറിയാൽ എന്തായാലും സതീശ കണ്ടറിയണമല്ലോ താങ്കളുടെ സർക്കാരിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.